ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും ഓണാശംസകൾ. ഇന്ന് ശ്രീ കൃഷ്ണ ബലരാമ ക്ഷേത്രത്തിൽ വളരെ മനോഹരമായി ഭഗവാനെ അലങ്കരിച്ചിരുന്നു. ഓണക്കോടിയും താമരമാലയും ഒക്കെ ആയിട്ട് താങ്കളെയും തങ്ങൾ കുടുംബത്തെയും സാദരം ഭഗവാന്റെ ദർശനമെടുക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. മനോഹരമായ ഒരു പൂക്കളം ഭക്തരെല്ലാവരും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് വാമന ജയന്തിയാണ്. ഭഗവാൻ വാമനമൂർത്തി അവതരിച്ച ദിവസം. വാമനമൂർത്തി എന്ന് പറയുമ്പോൾ തന്നെ മഹാബലി ചക്രവർത്തിയുടെ തലയിൽ കാൽ വയ്ക്കുന്ന രൂപമാണ് എല്ലാവരുടെ മനസ്സിലും വരുന്നത്. മഹാബലി ചക്രവർത്തി ശരണാഗതി നേടിയ ഒരു ദിവസവും കൂടെയാണ്. മഹാബലി ചക്രവർത്തി ഭഗവാൻ വാമനമൂർത്തിയെ ശരണം പ്രാപിക്കാൻ തയ്യാറായപ്പോൾ ശുക്രാചാര്യർ പറഞ്ഞു, മഹാബലി, എൻ്റെ വാക്കുകൾ ശ്രവിക്കാതെ നീ ഭഗവാനെ അല്ലെങ്കിൽ ഹരിയെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവില്ല. നിന്റെ സർവസ്വവും നഷ്ടപ്പെട്ട് നീ വന്നിട്ട് യാചകനായി മാറും എന്ന് ശുക്രാചാര്യർ വാണിംഗ് ചെയ്തു. പക്ഷെ മഹാബലി ചക്രവർത്തി അതിന് വില കൽപ്പിച്ചില്ല. കാരണം മുന്നിൽ ദാനം യാചിച്ചു വന്നിരിക്കുന്നത് 14 ലോകവും നിയന്ത്രിക്കുന്ന സർവേശ്വരനാണ്. ഭഗവാന്റെ മുമ്പേ ധർമ്മം, അധർമ്മം, ഉയർന്നത്, വലുത്, ബുദ്ധി, മണ്ടത്തരം എന്നൊന്നും ചിന്തിക്കാൻ ഒരു കാര്യവും ഇല്ല. ഭഗവാൻ ആവശ്യപ്പെടുന്നത് ഭക്തജനങ്ങൾ നടത്തുക തന്നെ വേണം. അപ്പോൾ മൂന്നാമത്തെ പാദം എവിടെ വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ മഹാബലി തൻ്റെ തല കുനിഞ്ഞ് തലയിൽ ശിരസിൽ വയ്ക്കാൻ പറഞ്ഞു. എൻ്റെ അഹങ്കാരം, എൻ്റെ സ്വാർത്ഥത, എൻ്റെ ധനം, എൻ്റെ വിദ്യ, എൻ്റെ ബുദ്ധി എല്ലാം ഭഗവാന്റെ മുമ്പ് ഇന്ന് പ്രയോജനപ്പെട്ടില്ല. ഭഗവാനെ സ്തുതിക്കാത്ത ജ്ഞാനം നമുക്ക് ഉപയോഗമല്ല. എൻ്റെ അഹംഭാവം, അഹങ്കാരമെല്ലാം തീർന്നു. ഞാൻ എൻ്റെ മനസ്സ്, ബുദ്ധി, ഐശ്വര്യം, സർവസ്വം, സമ്പത്ത് എല്ലാം അങ്ങേക്ക് അടിയറ വയ്ക്കുകയാണെന്ന് പറഞ്ഞ് തലകുനിഞ്ഞ ഒരു മുഹൂർത്തമാണ്. ഇതിനെയാണ് ശരണാഗതി എന്ന് പറയുന്നത്. ശരണാഗതി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റേത് എന്നുള്ളതിൻ്റെ പ്രാധാന്യം മാറി ഭഗവാന്റേത്, ഭഗവാന്റെ പ്രീതിക്ക് പ്രാധാന്യം എന്ന് വരുന്നതാണ്. എല്ലാ ഭക്തർക്കും ഓണാശംസകൾ. കഴിയുമെങ്കിൽ ശ്രീ കൃഷ്ണ ബലറാം ദർശനത്തിനായി വരിക. ഹരേ കൃഷ്ണ. നന്ദി, നമസ്കാരം.